ഈ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഉണ്ടല്ലോ, മാമ്പഴ പുളിശ്ശേരി നമുക്ക് എത്രയൊക്കെ തന്നെ കഴിച്ചാലും അത് മതിയാവില്ല കേട്ടോ, അത്രയ്ക്കും സൂപ്പറായിരിക്കും. അപ്പോൾ അതെന്താ കാര്യം എന്ന് വഴിയേ പറയാം. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് നാട്ടുമാമ്പഴം ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലേക്ക് പല പേരിലായിരിക്കും അറിയപ്പെടുന്നുണ്ടാവുക. നാട്ടുമാമ്പഴം, കാട്ടുമാമ്പഴം ഒക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. മാമ്പഴ പുളിശ്ശേരി വെക്കാൻ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു മാമ്പഴമാണ്. അപ്പോൾ കഴിവതും കിട്ടുന്ന ആളുകളെല്ലാം ഇത് തന്നെ വെച്ചിട്ട് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിനായിരിക്കും ആ ഒരു എന്താ പറയുക ഓർഗാനിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാമ്പഴം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ തോല് എന്താ പറയുക ഉരിഞ്ഞ് മാറ്റി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് മാമ്പഴം നമ്മൾ വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം മാമ്പഴം വേണോ, നമുക്ക് കറി എത്രത്തോളം എമൗണ്ട് വേണോ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാമ്പഴമൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മാമ്പഴം 10-20ഓളം മാമ്പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു എരിവ്, ഉപ്പ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര എമൗണ്ടാണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അത് നമ്മുടെ കറിയുടെ എമൗണ്ട് അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ താല്പര്യാർത്ഥം ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, മുളകും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. ഒന്ന് വേവിച്ചെടുക്കുകയാണ്. 1/2 ഗ്ലാസ് വെള്ളം പൂർണ്ണമായിട്ടും വറ്റി വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് ഒരച്ച് ബെല്ലം നല്ല രീതിയിൽ ഉരുക്കിയെടുക്കണം. ഉരുക്കിയിട്ട് അത് അരിച്ചിട്ട് ഈ വെള്ളം ആദ്യം ഒഴിച്ച വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ ഈ ഒരു ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരച്ച് ബെല്ലം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ ബെല്ലത്തിന് കുറവ് വരുത്തിക്കോളൂ. ഇതിലിപ്പോൾ ഒരു ചെറിയ പുളിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരച്ച് ബെല്ലം എടുത്തത് കേട്ടോ. അപ്പോൾ അതേ നല്ല രീതിയിൽ അരിച്ച് ബെല്ലം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതാണ് അതിൽ ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ നെയ്യ് ചേർത്തിട്ടുണ്ട്, നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കും കേട്ടോ. പിന്നെ നമ്മൾ അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മുന്നേ ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഈ ടേസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു തേങ്ങ അരച്ചെടുക്കുന്ന വെള്ളം ഉപയോഗിച്ചിട്ടല്ല, നല്ല കട്ട തൈര് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി വന്നപ്പോഴത്തേക്കും മാമ്പഴ പുളിശ്ശേരിയുടെ മാങ്ങ ആദ്യം വെള്ളത്തിൽ കിടന്ന് വെന്തതാണ്. പിന്നെ നമ്മൾ മുളക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ബെല്ലപ്പാനിയും ഒരല്പം നെയ്യും കൂടി ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചെടുത്തു. ചെറിയൊരു ചാറോട് കൂടിയാണ് എടുത്തത്. അധികം വെള്ളമൊന്നും ചേർക്കാതെ തേങ്ങ നമ്മൾ തൈര് കൂട്ടിയാണ് അരച്ചെടുത്തത്. വേറെ വെള്ളമൊന്നും അധികം ചേർക്കണ്ട. എപ്പോഴും നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് മാമ്പഴ പുളിശ്ശേരിക്ക് ടേസ്റ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങ അരച്ച കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി വെള്ളം അല്പം കൂടി വേണമെന്നുള്ളവർക്ക് അതാവാം. നമ്മളിപ്പോൾ വെള്ളമൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കുന്നില്ല. എന്താ പറയുക, ടേസ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോലെ കേട്ടോ. അപ്പോൾ വേറെ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട്. കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം ഒന്ന് തിള വന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം തിളയ്ക്കേണ്ട. പിന്നെ നമ്മൾ ഒരു ചീനച്ചട്ടി, ഇതിലേക്കൊരു ലാസ്റ്റ് ഒരു വറവ് വേണം, ഒരു താളിപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, നെയ്യ് തന്നെ യൂസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു ഓർഗാനിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വെട്ടിയിട്ട് നമ്മളെന്താ പറയുക മറ്റുള്ള കറി പോലെ താളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ കടുകും ഒരു 5-6 ഉലുവ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഒരു 2 വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പില അത്ര മാത്രം മതി കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ബേസ് കംപ്ലീറ്റ് മാറും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതേ നമ്മളുടെ താളിപ്പും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതോടുകൂടി നമ്മളുടെ കറി ഇവിടെ പൂർണ്ണമായി, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഈ ഒരു സീസണിൽ എല്ലാവർക്കും നാട്ടുമാമ്പഴം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് രൂപത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കൊച്ചു കൊച്ചു വീഡിയോകളും നമുക്കെപ്പോഴും വീട്ടിൽ സുലഭമായി കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പികളും നമ്മളുടെ ചാനൽ ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ്.